നമസ്കാരം. വെൽക്കം ടു അതിനു മുന്നേ ഒരു കഥ ചൊല്ലട്ടുമാ. ഒരിടത്തൊരിടത്ത് ഒരു കടയും ഒരു കടക്കാരനും ഉണ്ടായിരുന്നു. ഒരാൾ എന്നും രാവിലെ കടയുടെ മുന്നിൽ പോയി നിൽക്കും. കടക്കാരൻ കയറി വാ എന്ന് പറഞ്ഞാൽ മാത്രം അകത്തോട്ട് കയറും. എന്നിട്ട് പതുക്കെ നടന്നു പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും. എന്നും ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ കടക്കാരൻ അത് വീഡിയോ എടുത്തു. ആരാണ് എന്നും പോയി കെട്ടിപ്പിടിക്കുന്നവനെന്നല്ലേ? അതൊരു മനുഷ്യനല്ല, അതൊരു കഴുതയാണ്. ചില ആലിംഗനങ്ങൾ ചിലരുടെ ദിവസത്തെ കംപ്ലീറ്റ് ചെയ്യും. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും. ആ ചേട്ടന്റെ സ്നേഹം കഴുതയ്ക്ക് പ്രിയപ്പെട്ടതാവും. ഇതൊക്കെ കാണുമ്പോൾ തോന്നും, ശരിയാ, ഈ ലോകം എന്ത് അടിപൊളിയാണ്. നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ? എങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത് വെറുതെ ഇരിക്കുമ്പോൾ പൂച്ചയായിട്ട് കളിക്കാൻ പറ്റിയൊരു കളിയാണ്. അതിനു മുന്നേ ഒരു വാർണിംഗ് ബോർഡ് പിടിക്കട്ടെ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. എന്നെ ചാർലി പൂച്ച ഇതുപോലെയായിരുന്നു. ഒരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ 4 ഇഞ്ചക്ഷനാണ് ഞാൻ എടുത്തത്. അതൊക്കെ ഒരു കാലം. നമ്മുടെ കൂട്ടത്തിൽ വെറൈറ്റി ചിരിയുള്ള മനുഷ്യരില്ലേ? തമാശയെക്കാളും ചിരി വരുന്നത് അവരുടെ ചിരി കേൾക്കുമ്പോഴാണ്. അതുപോലെ ഈ പയ്യന്റെ ചിരി കണ്ണടച്ച് കേട്ടു നോക്കിയാ കറക്റ്റ് ജനറേറ്ററിന്റെ ശബ്ദം പോലെ തോന്നും. പാവം. കുടവയർ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയ എങ്ങനെയുണ്ടാകും? കുടവയർ ഒന്നും ആരോഗ്യത്തിന് നല്ലതല്ല. ഫാഷൻകാരനാകാൻ വേണ്ടി അതിനൊന്നും ആരും മെനക്കെടണ്ട. പക്ഷേ ആ കുടവയറിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ദാ ഇങ്ങനെ. ദാ ഒരു കരിമ്പുലി ചേട്ടൻ താളത്തിനൊത്ത് കരിമ്പുലി ശ്വാസം വിടുന്ന നോക്ക്. ഇനി കുറച്ച് കുടവയറുണ്ടെന്നും പറഞ്ഞ് ആരും ഇനി പുലി കളിക്കാനെന്ന് പറഞ്ഞിട്ടേ ഇനി പാടുള്ള പണിയാ. അന്യായ മെയ്വഴക്കവും താളബോധവും വേണം കേട്ടോ. ആഗ്രഹമുള്ളവർ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞെന്ന് വെച്ച് വേണ്ടാന്നൊന്നും വെക്കണ്ട. അപ്പൊ ശരി, ബൈ ബൈ.